പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിക്കുമെന്ന സൂചന നൽകി വീണ്ടും ഡൊണാൾഡ് ട്രംപ് രംഗത്ത്. അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന ഉപാധികൾ പുനഃപരിശോധിക്കുന്നതിനായുള്ള പ്രതികരണവുമായി ഇറാൻ മുന്നോട്ട് വന്നു. നേരത്തെ 15 ഉപാധികൾ തള്ളിയ ഇറാൻ 5 ഉപാധികൾ തിരികെ അമേരിക്കയ്ക്ക് മുന്നിൽ വെച്ചിരുന്നുവെങ്കിലും അതിൽ നിന്നും പിന്നോട്ട് പോവുകയാണ്. പശ്ചിമേഷ്യൻ മേഖലയിൽ യുദ്ധം അവസാനിച്ചേക്കുമെന്ന പ്രതീക്ഷകൾ 2 ദിവസമായി ഉടലെടുക്കുന്നുണ്ട്. ഇറാനുമായി ചർച്ച നടത്തിയെന്ന തരത്തിലാണ് അമേരിക്ക പ്രതികരിക്കുന്നത്. എന്നാൽ അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് താൽപ്പര്യമില്ലെന്നാണ് ഇറാൻ അറിയിച്ചത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ പരിശോധിക്കാൻ ഇറാൻ തയ്യാറായി. പാകിസ്ഥാൻ മധ്യസ്ഥരായ അമേരിക്ക 15 വെടിനിർത്തൽ നിർദ്ദേശങ്ങളാണ് ഇറാന് നൽകിയത്. ആദ്യം തള്ളിയെങ്കിലും ഉപാധികൾ ഇറാൻ പുനഃപരിശോധിക്കുമെന്ന് വ്യക്തമാക്കി. അതേസമയം ടെഹ്റാനിൽ ഇസ്രയേൽ വ്യോമാക്രമണം തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ ഇറാന്റെ നീക്കം ഏറെ നിർണായകമാണ്. ട്രംപിന്റെ 15 ഉപാധികൾ തള്ളിയതിനു പുറമെ വെടിനിർത്തലിന് 5 ആവശ്യങ്ങൾ ഇറാൻ മുന്നോട്ട് വെച്ചു. ഹോർമുസിലെ ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണം, ആക്രമണങ്ങൾ ഉടൻ അവസാനിപ്പിക്കണം, വീണ്ടും യുദ്ധം തുടങ്ങില്ലെന്ന് ഉറപ്പ് നൽകണം, യുദ്ധത്തെ തുടർന്നുണ്ടായ നഷ്ടങ്ങൾക്ക് കൃത്യമായ നഷ്ടപരിഹാരം നൽകണം, ഇറാനിൽ വീണ്ടും യുദ്ധം തുടങ്ങില്ലെന്നത് ഉറപ്പാക്കാൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക തുടങ്ങിയവയായിരുന്നു നിബന്ധനകൾ. യുഎസുമായി ഒരു ചർച്ചയും നേരിട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് ഇപ്പോഴും ഇറാന്റെ നിലപാട്. വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ഇറാൻ ആദ്യം തള്ളിയതോടെ ബ്രെന്റ് ക്രൂഡ് വീണ്ടും $103 കടന്നിരുന്നു. ഇന്ത്യ മുഖ്യമായി ആശ്രയിക്കുന്ന ബ്രെന്റ് ക്രൂഡിന്റെ വില ബാരലിന് $103 കടന്നു. ട്രംപ് താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു പിന്നാലെ ക്രൂഡ് വില കുത്തനെ ഇടിഞ്ഞ് $100 താഴെ എത്തിയിരുന്നു. അതേസമയം ഇറാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള സൗഹൃദ രാജ്യങ്ങൾക്ക് ഹോർമുസ് കടലിടുക്ക് വഴി ചരക്ക് കപ്പലുകൾ കൊണ്ടുപോകാൻ അനുമതി നൽകി. ചൈന, റഷ്യ, ഇന്ത്യ, ഇറാഖ്, പാകിസ്ഥാൻ എന്നിവയുൾപ്പെടെയുള്ള സൗഹൃദ രാജ്യങ്ങൾക്കാണ് അനുമതി നൽകിയത്. സംഘർഷങ്ങൾക്കിടെ ഇന്ത്യ ഇറാനിൽ നിന്നും LPG വാങ്ങാൻ തയ്യാറാണ്. 2019 ശേഷം ആദ്യമായി ഇറാനിൽ നിന്നും ഇന്ത്യ LPG വാങ്ങുന്നുണ്ട്. ഇറാനിൽ നിന്നുള്ള LPG വഹിച്ചുകൊണ്ടുള്ള അറോറ എന്ന കപ്പൽ മംഗളൂരു തുറമുഖത്തെത്തും. അമേരിക്ക ഉപരോധങ്ങൾ താൽക്കാലികമായി ഇളവ് നൽകിയതിനെ തുടർന്നാണ് ഇറാനിൽ നിന്ന് ഇന്ത്യ LPG വാങ്ങുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.